സഞ്ചാരിയുടെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജമ്മുവിൽ നിന്നും പത്തിനി ടോപ്പിലേക്കാണ് യാത്ര ചെയ്യുന്നത്. പഴയ NH7 എന്നും അറിയപ്പെടുന്ന NH44 ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ്. ജമ്മു കാശ്മീരിലെ വടക്കേ അറ്റത്തുള്ള ശ്രീനഗറിൽ നിന്നും ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന ഇത് ഏകദേശം 3745 കിലോമീറ്റർ ദൈർഘ്യമേറിയതാണ്. നമ്മൾ ജമ്മുവിൽ നിന്ന് രാവിലെ ഒരു 9 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. ഏകദേശം 2 മണിക്കൂർ 45 മിനിറ്റ് ദൈർഘ്യമുണ്ട് യാത്രയ്ക്ക്. പോകുന്ന വഴിയിൽ നമ്മൾക്ക് 2 ടണലുകൾ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. കാശ്മീർ സൈഡിലൊക്കെ വരുമ്പോൾ കൂടുതൽ നമ്മൾ കാണുന്നതാണ് ടണലുകൾ. ജമ്മു പാസ് ചെയ്തതിന് ശേഷം വരുന്ന അടുത്തൊരു ഡിസ്ട്രിക്റ്റാണ് ഉധംപൂർ എന്ന് പറയുന്നത്. ഉധംപൂരിൽ നമുക്ക് ഒരു ടോൾ പ്ലാസ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഏകദേശം 170 രൂപ അടുത്താവും അതിൽ ടോൾ വൺ സൈഡ്. പത്തിനി ടോപ്പിലേക്കുള്ള ഹിൽസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജമ്മു കാശ്മീർ എന്ന് പറയുമെങ്കിലും നമുക്ക് ജമ്മുവിൽ സ്നോഫോളോ അല്ലെങ്കിൽ മഞ്ഞോ ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പം ജമ്മുവിലുള്ള ആൾക്കാരും കൂടുതലും സ്നോഫോളോ അല്ലെങ്കിൽ മഞ്ഞ് ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് പത്തിനി ടോപ്പ്. കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ നമുക്കൊരു ഡൗട്ടുണ്ട് കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ലാസ്റ്റ് വീക്ക് അവിടെ സ്നോഫോൾ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ 2-3 ഫ്രണ്ട്സ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു. അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ കാണാമെന്നുള്ളൊരു പ്രതീക്ഷയോടെ യാത്ര ചെയ്യുന്നത്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. നമ്മളിപ്പം പത്തിനി ടോപ്പ് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് നത്താ ടോപ്പിലേക്ക് പോകണം. പത്തിനി ടോപ്പിലൊന്നും സ്നോഫോളോ അല്ലെങ്കിൽ സ്നോയൊന്നും കാണാൻ പറ്റുന്നില്ല. പത്തിനി ടോപ്പിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റിലുള്ള സ്ഥലമാണ് നത്താ ടോപ്പ്. അതിനുശേഷം സനാസർ വരെയുള്ളൂ ഈ റോഡിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കുകയാണ് കാണാൻ പറ്റുമോ. ഇപ്പോൾ കുറച്ച് റോഡിൻ്റെ സൈഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. നമ്മൾ മുമ്പോട്ട് പോയി നോക്കുകയാണ് കുറച്ചും കൂടെ. നമ്മൾ ചെറിയൊരു ബ്ലോക്കിൽ പെട്ടുപോയി. ഈ റോഡിന് വീതി ഇല്ലാത്തതുകൊണ്ട് സൈഡിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്ന കാരണം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം കുറച്ച് നേരമായിട്ട് നമ്മളൊരു ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. ചെറുതായിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ സ്നോഫോള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തോ ഭാഗ്യമുണ്ടെന്നോ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ചെറിയ രീതിയിൽ സ്നോഫോൾ ഉണ്ട് ഇപ്പം. നല്ല രസമാണ്, നല്ല തണുപ്പാണ് ഇപ്പം പുറത്ത്.
കുറച്ചൊരു മുമ്പിലേക്ക് വന്നപ്പോൾ നല്ല സ്നോഫോളാണ്. ഞങ്ങൾ വണ്ടി ഇടയ്ക്ക് ഒന്ന് നിർത്തി കുറച്ചും മഞ്ഞൊക്കെ ഇങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ച്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമ്മളത് എടുക്കുവാണെങ്കിൽ പ്രോപ്പറായിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ പിന്നീട് കൈ ഭയങ്കരമായിട്ട് വേദന എടുക്കും. പിന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളിലൊക്കെ കാണാം ഫുള്ള് ഗ്ലാസ്സിലെല്ലാം ഫുള്ള് സ്നോയാണ്. ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി 1-2 ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാനുള്ള ഒരു പ്ലാനിലാണ്. പക്ഷെ നല്ല രസമാണ്, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജമ്മുവിൽ വന്നിട്ട് ഇത്രയും ഒരു സ്നോഫോൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പിലേക്ക് പോവാണ്, നത്താ ടോപ്പിലേക്കുള്ള റോഡിലാണ് കുറച്ചുകൂടെ മുമ്പിൽ. वाह मैन पूरा ನಿಮಗೆ ಈ ಬಣಿಗೆ ಕೂಡ കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയിട്ട് പിന്നെ അവിടെ ബ്ലോക്കാണ്, മുമ്പോട്ട് വിടുന്നില്ല. അപ്പം നമ്മൾ തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ച് പത്തിനി ടോപ്പിലേക്കുള്ള റോഡിലാണ് ജമ്മുവിന് പോകാൻ വേണ്ടിയിട്ട്. വീണ്ടും ചെറിയൊരു ബ്ലോക്കാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വണ്ടിയൊന്നും വരുന്നില്ല. നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കുകയാണ്, വണ്ടിയൊന്നും അനങ്ങുന്നില്ല. നമ്മളൊരു 3 മണി തൊട്ടിങ്ങനെ കിടക്കാൻ തുടങ്ങി. ഇപ്പം 5 മണി, ഏകദേശം 2 മണിക്കൂറായി. വണ്ടിയുടെ ഫ്രണ്ടിൽ ഫുള്ള് മഞ്ഞിങ്ങനെ വീണ് കിടക്കുകയാണ്. നമ്മൾ രാവിലെ കഴിച്ചിട്ടിറങ്ങിയാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല വിശപ്പുമുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു മാഗി പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ 2-3 മിനിറ്റ് മാഗിയും ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഒരു മൂവ്മെൻ്റ് ഒന്നുമില്ല വണ്ടിക്ക്. ഏകദേശം ഇവിടെ പെട്ടുപോയെന്ന് വിചാരിക്കുന്നു.
ഏകദേശം ഒരു 6:30 ആയപ്പോഴത്തേക്ക് വണ്ടി മൂവായി തുടങ്ങി. നമ്മൾ പതുക്കെ താഴോട്ട് പോവാണ്. എയർഫോഴ്സിൻ്റെ ഒരു വണ്ടി റോഡിൽ ബ്രേക്ക് ഡൗൺ ആയി. അതാണ് ഇത്രയും ബ്ലോക്ക് ആവാൻ ഉള്ള റീസൺ. നമ്മൾ ആകെ പേടിച്ചു പോയിരുന്നു, ഒരുപാട് ലേറ്റായി. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും ജമ്മുവിലേക്ക് പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.